മനുഷ്യൻ ചുറ്റുപാടിൻ്റെ നിരീക്ഷണത്തിലൂടെയാണ് അവൻ്റെ ആവശ്യകതയിലൂടെയുമാണ് കണ്ടെത്തലുകൾ നടത്തിയിരുന്നത്. ഇന്ന് മനുഷ്യൻ കണ്ടെത്തിയ എല്ലാത്തരം സാങ്കേതിക വിദ്യയും ആവശ്യകതയിൽ ഊന്നിയതാണ്. നടന്നു പോയിരുന്ന മനുഷ്യൻ വേഗത്തിൽ സഞ്ചരിക്കുവാനുള്ള മാർഗങ്ങൾ തേടി. അതിനവൻ മൃഗങ്ങളെ ഉപയോഗിച്ച്, അപ്പോഴും കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്നതിന് അത് പോരാ എന്ന് മനസ്സിലാക്കി, കുതിരകളെയും കാളകളെയും കെട്ടിയ വണ്ടികൾ കണ്ടെത്തി. അപ്പോഴും ആളുകളെ കൊണ്ടുപോകുന്ന പരിമിതികൾ മൂലവും വേഗത കുറവ് മൂലവും യന്ത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾ കണ്ടെത്തി. പിന്നീട് അതിൽ തന്നെ വേഗതയും സൗകര്യങ്ങളും സുഖമായുള്ള യാത്രയും വേണ്ടി വന്നതിനാൽ അതിവേഗത്തിലുള്ള വാഹനം കണ്ടെത്തി. ഈ കാലഘട്ടത്തിലെല്ലാം പക്ഷികളെപ്പോലെ പറക്കണം എന്ന ആശയം അവനിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഈ കണ്ടെത്തലുകളെല്ലാം തന്നെ സമയത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനുള്ള പരിശ്രമങ്ങൾ, കരമാർഗം, ജലമാർഗം, ആകാശമാർഗം, ഇതാണ് സഞ്ചരിക്കുവാനുള്ള മാർഗം. ഇതിൽ പക്ഷികളുടെ ജീവിതം നിരീക്ഷിച്ച മനുഷ്യൻ ഏറ്റവും കുറഞ്ഞ സഞ്ചാര സമയം ആകാശമാർഗമാണ് എന്ന് കണ്ടെത്തി. പിന്നീടുള്ള അവൻ്റെ പരിശ്രമങ്ങൾ മുഴുവനും പറക്കാനുള്ള ആഗ്രഹമായിരുന്നു. പണ്ട് പുരാണ കാലത്ത് തൊട്ട് തന്നെ പറക്കുവാനുള്ള ആഗ്രഹം മനുഷ്യനുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് പുരാണങ്ങളിൽ കാണുന്ന വിമാന ചിന്തകൾ എല്ലാം തന്നെ. പക്ഷേ അതെല്ലാം ചിന്തകളായി തന്നെ നിലനിന്നുപോയി എന്നതാണ്. രാമായണത്തിലും മറ്റും പുഷ്പക വിമാനത്തിൻ്റെ ചിന്തകളുണ്ട്. പക്ഷേ അതൊന്നും പ്രാവർത്തികമായിരുന്നില്ല എന്നതായിരുന്നു സത്യം. വി എന്നാൽ പക്ഷി എന്നൊരർത്ഥമുണ്ട്. മാനത്ത് വിഹരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് വിമാനം എന്ന് പറയുന്നത്. ഉയർന്ന സ്ഥലങ്ങൾ, നിലകൾ എന്നിവയും വിമാനം എന്നാണ് പറയാറ്. ക്ഷേത്രഗോപുരങ്ങൾ വിമാനം എന്ന് പറയാറുണ്ട്. എന്തൊക്കെയാണെങ്കിലും പറക്കുവാനുള്ള ആഗ്രഹം മനുഷ്യനിൽ അതിശക്തമായി ഉണ്ടായതിൻ്റെ ഫലമാണ് ഇന്ന് നാം കാണുന്ന വിമാനം.